Hi friends, variety chicken fry on try ചെയ്ത് നോക്കിയാലോ. വെളിയിൽ നല്ല ക്രിസ്പിയും അകത്തും നല്ല ജ്യൂസിയാണ്. ആദ്യമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു ചിക്കൻ്റെ സ്റ്റോക്ക്. ഇത് ഓപ്ഷണൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇടാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1 ടേബിൾ സ്പൂൺ തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനീഗറും ഇടാവുന്നതാണ്. ഇതിനകത്ത് 1 ടീസ്പൂൺ ഒരഗാനോ, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, നമുക്ക് എത്ര ചിക്കൻ എടുക്കണം അതനുസരിച്ച് ഉപ്പ്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് പാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ മൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ നല്ലോണം ഡിപ്പാവണം ഈ മിക്സ്ചറിൽ, അത്രയും മിക്സ്ചർ വേണം. സോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 6 മണിക്കൂറത്തേക്ക് വെക്കണം, നല്ലോണം മാരിനേറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഒന്ന് ഞാൻ വരഞ്ഞിട്ടുണ്ട്, അതിനകത്തെല്ലാം നല്ലോണം സ്പൈസസ് അകത്ത് വരെ ചെല്ലാൻ വേണ്ടിയായിട്ട്. സോ ഇത് നമുക്കിനി 6 hours വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. സോ 6 മണിക്ക് ശേഷം നമുക്ക് ഒരു ബൗളിനകത്ത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, അത് വെച്ച് മൈദ എടുത്തിട്ടുണ്ട്, 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് കോൺഫ്ലവർ. ഇപ്പോൾ 2 കപ്പ് മൈദ എടുത്തുകൊണ്ട് ഞാൻ 1 കപ്പ് കോൺഫ്ലവർ ഇടുന്നത്. കോൺഫ്ലവർ ഇടുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓറിഗാനോ കൂടി ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ ഇടാം, പക്ഷെ ഞാൻ ചില്ലി പൗഡർ ഇടുന്നില്ല. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. ഓൾമോസ്റ്റ് 6 hours ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ മിക്സിനകത്ത് നമുക്ക് നല്ലോണം കോട്ടാക്കി എടുക്കണം. കോട്ട് ചെയ്തതിന് ശേഷം എക്സസ് ഉള്ള ഫ്ലോർ നമുക്കൊന്ന് അത് കുടഞ്ഞ് കളയാം. ഇതുപോലെ നമ്മളുടെ മറ്റേ ചിക്കൻ എല്ലാം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 15 minutes എടുക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വെളിയിൽ നല്ല ക്രിസ്പ് ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ 15 to 20 minutes കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വെളിയിൽ നല്ല ക്രിസ്പും അകത്തും നല്ല ജ്യൂസിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.